പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ ഇന്ന് അമ്മ അതുകൊണ്ട് കാര്യമായിട്ട് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. താഴെ കൊടുക്കാൻ നോമ്പ് തുറക്കുമ്പോൾ അതൊക്കെ കാണിച്ചു തരാം. മണി എന്താ സ്പെഷ്യല്? ഉള്ളിവട എല്ലാം ഇളക്കി വെച്ചേക്കോ? എല്ലാം റെഡിയാക്കി വെച്ചു. ഇളക്കുന്നതിന് മുന്നേ എന്നോടൊന്ന് വിളിക്കത്തില്ലായിരുന്നോ? ഞാൻ വിളിച്ചായിരുന്നു, നീ കേട്ടില്ല. ഒന്ന് ഉറക്കെ വിളിച്ചിരുന്നെങ്കിൽ. എണ്ണ ചൂടായിരുന്നു. ചൂടാവാനുള്ള സമയം കൊടുക്ക്. ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകും വരും പ്ലേറ്റ്. അമ്മയ്ക്ക് എത്ര ഫ്രൈ പാൻ ഉണ്ടെന്ന് എനിക്ക് ഫ്രൈ പാൻ കുറേ ഉണ്ട്. ഇതിങ്ങനെ കിട്ടാൻ മതി. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഇതിലിട്. എന്നും താത്ത നോമ്പ് തുറക്കുമ്പോൾ ഒരു കെട്ട് സാധനങ്ങൾ തന്നുവിടും കേട്ടോ. അതായത് ഞങ്ങൾ 2 പേരെ ഉള്ളൂ എന്നുള്ളൊരു ഇതില്ല താത്തയ്ക്ക്. താത്ത എന്ത് ചെയ്യും, ഒരു 7 പേർക്ക് കഴിക്കാനുള്ളത് തന്നുവിടും. അപ്പം ഉള്ളിവട ഉണ്ടാക്കിയത് ഇതാ. ഞാൻ അതുകൊണ്ട് താഴെ കൊടുത്തിട്ട് വരാം. താഴെ പോകുന്നതേ കാണിക്കുള്ളൂ, കൊടുക്കുന്നത് കാണിക്കൂല. അമ്മ ഏതാണ്ട് പോകുന്ന അടപ്പ് ഇങ്ങനെയാണോ അമ്മ അടച്ചു തരുന്നത്? വീട് വേണേ കാണിച്ചു തരാം താത്തൻ്റെ. അതാട്ടോ ഞങ്ങളുടെ താത്തയുടെ പേര. അപ്പം എന്നാൽ ഞാനിതുകൊണ്ട് കൊടുത്തിട്ട് വരാം. എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യേ. എന്തോ ചൂടാല്ലയോ, രക്ഷയില്ലാത്ത ചൂട്. അമ്മ എന്തി അമ്മ കാപ്പി? ഞാനിപ്പോൾ താഴെ കൊണ്ട് കൊടുത്തിട്ട് വന്ന നേരം കുറേ ആയി. അവിടെ പോയിരുന്ന് വർത്താനം പറഞ്ഞ്, അവിടെ കുഞ്ഞുണ്ട്, ചെറിയൊരു കുഞ്ഞ്. അയ്യോ, അവൻ്റെ ചിരിയും കളിയൊന്നും പറയണ്ടായേ. അമ്മേന്ന് കഥ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞാൽ മതിയായിരുന്നു. നമുക്ക് പറയിപ്പിക്കാം. അമ്മ വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കി ഉള്ളിവട കാപ്പി, കട്ടക്കാപ്പിക്കായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ. കട്ടൻ കാപ്പി, ഉള്ളിവട കഴിഞ്ഞു. അമ്മേ കരിഞ്ഞിട്ടൊന്നുമില്ല, മൂത്തതാ. എന്നാ വാ, എല്ലാരും ചായ വെള്ളമൊക്കെ കുടിച്ചാ. അങ്ങനെ എല്ലാരും ചോദിച്ച മണിയമ്മ തേണ്ടിരിക്കുന്നു. മണിയമ്മ ഇവിടെ ഉണ്ട്. എല്ലാരും അന്ന് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ, എല്ലാവർക്കും ഇപ്പൊ കഥ കേൾക്കണം അല്ലയോ? ആ കഥ പറയണമെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നിടം തൊട്ട് പറയണം. പറഞ്ഞോ. മോള് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞ് അവളെ കൊണ്ട് ആദ്യം ഞാൻ മലപ്പുറത്തോട്ട് വരുന്ന ചെങ്ങന്നൂന്ന് കയറുമായിരുന്നല്ലേ? ചെങ്ങന്നൂരിന്നല്ല, നമ്മള് ചെങ്ങന്നൂരെന്ന് പറഞ്ഞ ഷൊർണൂർ ഇറങ്ങിയിട്ട് ഷൊർണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. ചെങ്ങന്നൂരിൽ നിന്ന് വന്ന് ഷൊർണൂർ ഇറങ്ങി നിലമ്പൂർ. അയ്യോ അല്ല, ഇവിടുന്ന് നമ്മള് പോവാ, എന്നിട്ട് ഷൊർണൂര് നമ്മൾ അങ്ങോട്ടുള്ള വണ്ടിക്ക് കയറുക. ഷൊർണൂര് സംഭവം ഷൊർണൂരിന്നാ. ഇവിടെ വന്നിട്ട് ഞാൻ ഇവിളെയും കൊണ്ട്, നീ ആദ്യം വണ്ടിയിൽ നിന്ന് വീണതറിയില്ല. അതുകൊണ്ട് ചള്ളിയിട്ടുണ്ട് ആര് വണ്ടി ഇവിടെ കൊണ്ട് കയറാണ്ട് ഞാൻ പുറകെ ബാഗൊക്കെ ഉണ്ടല്ലോ കയ്യില്. എന്നിട്ട് ഇവിടെ വണ്ടിയിലോട്ട് പിടിച്ചിങ്ങനെ കയറ്റിയിട്ട് ഞാൻ ബാഗ് നല്ല തിരക്കുള്ള സമയമായിരുന്നു. അപ്പൊ ഒരു പെണ്ണുമ്പിള്ള വണ്ടിക്കകത്ത് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള തിരക്കിന് ഇടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവളെ തെള്ളി താഴോട്ടങ്ങ് ഇട്ടു. ഇവളാ റെയിൽവേ ട്രാക്കിന്റെ ഇടയിലോട്ട് അങ്ങ് വീണുപോയി. അപ്പൊ ഏതായാലും ദൈവകാരുണ്യം കൊണ്ട് ചെറുതായിട്ടെടുത്ത് വണ്ടി, അതായത് എല്ലാരും ഇടിച്ചു കയറി. ഏറ്റവും ലാസ്റ്റിലാട്ടോ ഞാനും അമ്മയും കയറുന്നേ. അന്നേരം ഇപ്പോഴല്ലേ പാളത്തിനൊക്കെ ഇത്രയും, അതായത് ആ കയറുന്ന പ്ലാറ്റ്ഫോമും ട്രെയിൻ തമ്മിൽ ഇപ്പോഴല്ലേ കുറച്ച് ചെറിയ ഗ്യാപ്പൊക്കെ ഉള്ളൂ. അന്നേരം നല്ല ഗ്യാപ്പൊക്കെ ആയിരുന്നു. അയ്യോ, എല്ലാരും കയറി കഴിഞ്ഞ ലാസ്റ്റിലാട്ടോ ഞാൻ കയറുന്നത്. അപ്പൊ എനിക്ക് ഇടി കൊള്ളാതിരിക്കാൻ അമ്മ എന്നെ നീക്കി വെക്കുന്നുണ്ട്, എല്ലാരും കയറിയിട്ട് സ്വസ്ഥമായിട്ട് കയറാലോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് എന്താ പറ്റിയത്, എന്നെ അങ്ങോട്ട് കയറ്റി വെക്കുക. എനിക്കിപ്പോഴും ആ സാരിയുടെ കളർ ഓർമ്മയുണ്ട്, ഒരു ഓറഞ്ച് കളറാന്ന് തോന്നുന്നു. ഓറഞ്ച് കളർ സാരി കൊടുത്തൊരു ആന്റി ഇങ്ങോട്ട് ഇറങ്ങുകയും ഞാൻ അതിന്റെ ഇടയിലോട്ട് വീണ്. അമ്മ അപ്പോഴത്തേക്ക് ഇറങ്ങുന്നവരുടെ തിരക്ക് കാരണം അമ്മ അങ്ങോട്ട് വന്ന് നീങ്ങിപ്പോയി. ആ സമയത്ത് ഏതോ ഒരു ചേട്ടൻ, ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പുള്ളി ഉണ്ടോ ഒന്നും അറിയത്തില്ല, എവിടാന്നൊന്നും അറിഞ്ഞൂടാ, പുള്ളി ഒറ്റ കയ്യെ വലിച്ചെന്നെ അകത്ത് കയറ്റി. വലിച്ചിങ്ങനെ തവളേനെയൊക്കെ എടുത്ത് പുറത്തിടുന്ന പോലെ വലിച്ചെടുത്താത്തിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ വണ്ടി നീങ്ങി കേട്ടോ, അമ്മേനെ കാണാനില്ല. അങ്ങനെ ഞാൻ ട്രെയിനകത്തായി. ചെറിയ ഇങ്ങനെ ഒരഞ്ഞിട്ടുണ്ടായിരുന്നു നെഞ്ചിന്റെ സൈഡൊക്കെ.
എന്നെ അവിടുന്ന് നേരെ നടന്ന് നമ്മുടെ സ്ലീപ്പർ ഉണ്ടല്ലോ, സ്ലീപ്പറിന്റെ അപ്പുറം AC കമ്പാർട്ട്മെന്റില് 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. എന്നെ അവിടെ കൊണ്ടിരുത്തിയേക്കോ. ഞാൻ അമ്മയെ കാണാഞ്ഞിട്ടാണ് ഇങ്ങനെ വീർപ്പ് പൊട്ടിയിരിക്കുക. അമ്മയെ കണ്ടാൽ ഞാൻ കരയും, അമ്മാതിരി പിടിച്ചു വെച്ചേക്ക കരച്ചില് കേട്ടോ. പിന്നത്തെ സംഭവം ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ അവിടെ അകത്ത് ചെല്ലുന്നു, കാരണം കുറെ പോലീസുകാരുണ്ട്, പിന്നെ 2 ഡോക്ടേഴ്സ് ഇരിക്കുന്നു, അവരെന്നെ സമാധാനിപ്പിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ പരുക്കൊന്നും വലുതായിട്ടൊന്നും പറ്റില്ല. അവിടെ ഇവിടെ തൊലിയൊക്കെ ഇച്ചിരി പോയുള്ളൂ. എന്തോ അല്ലേ ഏതായാലും ആ ഒരു അങ്ങനെ അവരിതങ്ങനെ ബാക്കി പറ. അമ്മ എന്ത് ചെയ്യുന്നിട്ട്? അമ്മ ഷൊർണൂരിലല്ലായിരുന്നോ? എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് ഇവളങ്ങനെ കയറി കഴിഞ്ഞ് വണ്ടി അങ്ങ് വിട്ടുമ്പോൾ എനിക്ക് കയറാനും പറ്റില്ല. കുറച്ചേരം അങ്ങനെ പിടിച്ച് ഓടി പോയിട്ട് വണ്ടി നിർത്തുന്നില്ല. പിന്നെ അതിനകത്തുണ്ടായിരുന്ന ആരോ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വണ്ടി നിർത്തിച്ച് അങ്ങനെ കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വണ്ടി നിർത്തി ഞാൻ ഓടിപ്പോയി കയറുന്നത്. ഓ എൻ്റെ ദൈവമേ, അന്നത്തോടെ ഞാൻ ഓർത്തതാ ഇവളെ കൊണ്ട് മേലെ ഇനി ട്രെയിനകത്ത് വരരുതെന്ന്. അമ്മയുടെ പറച്ചിലെടുത്തോന്ന് എനിക്ക് കൗതുകം തോന്നിട്ട് ഇടയ്ക്ക് എടുത്ത് ആടിയതെന്നുണ്ട്. ഓ കൗതുകം എടുത്ത് കാടിയൊന്നുമല്ല, അപകടം പറ്റുന്നത് അത് ഇവിടെ ആദ്യം കയറ്റിയിട്ട് കയറാമെന്നുള്ള ഇത് നിന്ന് പോയതാണ് പറ്റിയത്. ഞാൻ കയറിയിട്ട് അങ്ങ് പിടിച്ച് കയറ്റിയത് അത്ര, പക്ഷെ കയറാൻ പറ്റുന്നില്ല, അതുപോലെ തിരക്കാണ്. തിരക്ക് എന്തോ അവധിയുടെ സമയത്ത് തന്നെ വലിയവധി ഇട്ട സമയത്ത് അങ്ങാണ്ടായിരുന്നു, എന്തോ തിരക്കായിരുന്നു. അതാ ഒരു സംഭവം, അതൊരു ട്രാജഡി. രണ്ടാമത്തെ ട്രാജഡി കുറച്ച് വലിയ ട്രാജഡി കേട്ടോ. എനിക്ക് ഗൾഫിൽ നിന്ന് പോരുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ട് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവരൊരു പേപ്പർ വന്നിട്ട് പറഞ്ഞു എറണാകുളത്ത് കൊണ്ട് കാണിച്ചാൽ മതി, അവർ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകാമെന്ന്. നാട്ടിലോട്ട് പോയി എറണാകുളത്ത് ചെന്ന് ആ ഓഫീസിൽ പോയി നോക്കുമ്പോൾ അതില്ല. അവിടുന്ന് തിരിച്ച് ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോയി നോക്കിയിട്ട് ബസ് കയറി പോകാൻ നോക്കിയിട്ട് ബസ്സില്ല. അവിടുന്ന് തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു കോന്നിക്കാരി പെണ്ണ്, അവിടെ ഒരിക്കലും ഞാൻ മറക്കൂല, ചകന്നവരെ മറക്കൂല. അവള് ഞങ്ങളുടെ കൂടെ കൂടി. അവള് പറഞ്ഞ് ഞാനും പിന്നെ ചെങ്ങുന്നോക്കാന്നും പറഞ്ഞ് ഞങ്ങളുടെ കൂടെ കൂടി. അങ്ങനെ അവള് ഞങ്ങളുടെ കൂടെ വന്നു. ഞാൻ വന്ന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ പിന്നെ അല്ലേ അറിയുന്നത് ഇവള് ടിക്കറ്റ് ഒന്നും എടുത്തില്ലാന്ന്. അന്ന് പിന്നെ ഞാനും എനിക്ക് പിറ്റേ ദിവസം ഗൾഫിൽ പോകാനുള്ള എനിക്കും മോക്കും ടിക്കറ്റും എടുത്തിട്ട് ഞാൻ പുറകെ വരുന്നു. എൻ്റെ കയ്യിൽ അന്നും 2 ബാഗുണ്ട്. ഇവിടെ കുറെ സാധനങ്ങൾ, എൻ്റെ സാധനങ്ങളും ഒക്കെ ആയിട്ട് 2 ബാഗ് എന്നും ഉണ്ടാവും. എൻ്റെ തോളയിലൊരു ബാഗ് വേറെ. ഞങ്ങൾ അതെനിക്ക് ഇപ്പോഴും സത്യം ചേച്ചിനെ വിളിച്ചോണ്ട് പോയി. ചേച്ചിനെ വിളിച്ചോണ്ട് പോയിട്ട് ട്രെയിനിന്റെ ഫ്രണ്ട് എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, മോൾ അമ്മ വരുമ്പോ കയറിക്കോ, ഞാൻ അകത്ത് റെസീറ്റ് പിടിക്കാന്ന് പറഞ്ഞു. നമ്മൾ ശരി ചേച്ചി. ഞാൻ പുറത്ത് നോക്കി നിന്ന് കുറെ കഴിഞ്ഞപ്പോ ട്രെയിൻ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ട്രെയിൻ പോകുന്ന ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുക. എന്നിട്ടും അമ്മയെ കാണുന്നില്ല. ഞാൻ നിർത്തുന്ന അമ്മ കയറി കാണത്തില്ല. ചേച്ചി പറഞ്ഞു കാണുമായിരിക്കുമല്ലോ അമ്മയുടെ കയറണ്ടെന്നുള്ളത്. ഞാൻ പിന്നെ അവിടെ നോക്കി നിൽക്കോട്ടോ. കുറെ കഴിഞ്ഞപ്പോ ട്രെയിൻ അങ്ങ് പോയി. ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുക. എന്തോ ചെയ്യണോന്ന് അറിഞ്ഞൂടെ കേട്ടോ. കുറെ അവിടെ തപ്പിത്തടഞ്ഞ് നിന്ന് അവിടെ തിരിഞ്ഞു നോക്കി ഇവിടെ തിരിഞ്ഞു നോക്കി. അവസാനം ഞാൻ എന്റെ തോളയില് മറ്റേ ഒരു പിങ്ക് കളർ ഒരു ബാഗ് കിടപ്പുണ്ടായിരുന്നു, ചെറിയൊരു കുഞ്ഞു ബാഗ്. ഞാൻ ആ ബാഗും കൊണ്ട് നേരെ ടിക്കറ്റ് എടുക്കുന്നതിന് അവിടെ ചെന്നിട്ട് ചേട്ടാ ഇന്ന കളർ സാരി കൊടുത്തൊരു ആന്റിയെ കണ്ടായിരുന്നു ചോദിച്ചു. അവരൊരു 500 പേരെങ്കിലും ആ കളർ സാരി കൊടുത്ത് ആന്റിമാരെ കണ്ടിട്ടുണ്ടാവും. അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ നടന്നപ്പോ ഏതോ ഒരു അങ്കിൾ എന്നോട് പറഞ്ഞു ബാ മോളെ ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന് പറഞ്ഞു. നടന്ന് ഏതോ ഒരു കക്കി കുപ്പായിട്ടൊരു പുള്ളിക്കാരനോട് ചെന്നിട്ട് പറഞ്ഞു അമ്മേനെ കാണാനില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ പേരുറക്കെ വിളിച്ചുകൊണ്ട് ഇന്ന കുട്ടിയുടെ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ വേഗം വരാൻ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആളെ കാണാനില്ല. അവിടെ ഇങ്ങനെ ഇരുന്ന് എനിക്ക് ആരുടെ നമ്പർ അറിഞ്ഞൂടാ. ആകെ പാടെ കാണാതറിയാവുന്ന അച്ഛൻ്റെ നമ്പറാ. അതോ പുള്ളി ഗൾഫില്. ഇപ്പോഴും ഞാൻ നമ്പർ കാണാൻ വെച്ചാൽ എനിക്കറിയും. എന്നിട്ട് എന്ത് ചെയ്തു, പോലീസുകാർ അച്ഛനെ വിളിച്ച് ബാക്കി അമ്മ പറ. ഞാനങ്ങനെ ട്രെയിനിൽ കയറി ഇവളെ നോക്കുന്നു, ഇവളെ കാണാനില്ല. അങ്ങനെ ഒരു ട്രെയിനിന്റെ എത്രയും നീളമുണ്ടോ അത്രയും നീളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നിട്ടും മോളെ കാണാനില്ല. അവസാനം പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ AC കമ്പാർട്ട്മെന്റിൽ കയറി നോക്കാമെന്നും പറഞ്ഞ് അവർ പോയി AC കമ്പാർട്ട്മെന്റിൽ കയറി നോക്കിയിട്ട് വന്നപ്പോൾ അവിടെ ഇല്ല. അവസാനം അപ്പോഴത്തേന് എൻ്റെ ഏതാச்சுം പ്രാണം തീരാറായി. ഞാൻ അവസാനം വല്ലാതെ വന്ന് മോഹാലസ്യപ്പെട്ട് അവിടെ ഇരുന്ന് അവർ പിന്നെ വെള്ളമൊക്കെ തന്ന് അതും കുടിച്ചോണ്ട് അവിടെ ഇരുന്നപ്പം എൻ്റെ ദൈവമേ, എനിക്ക് മസ്കറ്റിൽ നിന്നൊരു കോള് വരുന്നു. സാധാരണ മോനേട്ടൻ എന്നെ പേരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്നേഹവാക്കുകൾ മാത്രമേ വിളിക്കാറുള്ളൂ കേട്ടോ. മോളെ എവിടെയെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോഴത്തേനെ ട്രെയിൻ എടുത്തെന്നറിയുമോ കോട്ടയം എത്തി. അത്ര വേറെ കോമഡി ഉണ്ട്. ഞാനവിടെ ഇങ്ങനെ അമ്മ പോയതൊന്നും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല കേട്ടോ. ഞാനവിടെ പോലീസുകാരോടെ ചില്ലടിച്ചു, എനിക്ക് കട്ട്ലറ്റ് വാങ്ങിത്തരുന്നു, ചായ വാങ്ങിത്തരുന്നു, പാട്ട് വെച്ചിരുന്നു. ഞാനവിടെ സുഭിക്ഷമായിട്ട് അവിടെ റൂമിലിരുന്ന് TV ഒക്കെ കണ്ട് കാർട്ടൂണൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ ആലോചിക്കുക, പക്ഷെ അമ്മ എന്തായാലും എവിടെ പോയത്, എന്നെ മറന്നു വെച്ചിട്ട് പോയതാണ്. പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിന്റെ അമ്മ വരുമ്പോൾ നിന്നെ ഞങ്ങൾ കൊടുത്തു വിടത്തില്ല, നിന്നെ ഞങ്ങൾ വളർത്തിക്കൊള്ളാന്നൊരു സാറ് പറഞ്ഞായിരുന്നു. ആ സാർ എന്തിയാവോ.
എന്നിട്ട് മോൾ എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴത്തേന് എനിക്ക് വല്ലണ്ടായി, ഇനി ട്രെയിനിൽ അങ്ങ് ചാടുക തന്നെ രക്ഷ എന്ന് വിചാരിച്ചു. ഇനി അല്ലാതെ മോളെ കണ്ടില്ലെങ്കിൽ പിന്നെ അപ്പോഴത്തേന് മനസ്സിനകത്ത് എന്തൊക്കെയാ കയറി വരുന്നേ, ഓരോ അതൊന്നും ഇപ്പം പറയാൻ പറ്റൂല. അമ്മ അതിൽ ചിന്തകളെ മനസ്സിനകത്ത് കയറി വന്നു. അവിടുന്ന് ഞാൻ പറഞ്ഞു ട്രെയിനിന് ചാടുക തന്നെ. അങ്ങനെ വാതിലോട്ട് വന്നപ്പോൾ പോലീസുകാർ അവിടെ നിന്നിട്ട് എന്നെ പിടിച്ച് വട്ടം പിടിച്ച് അവിടെ ഇരുത്തിട്ട് പറഞ്ഞ് സമാധാനപ്പെട്, നമുക്ക് വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്ത് വണ്ടിയുടെ ഇത് വലിച്ചിട്ട് വണ്ടി നിർത്തിച്ചിട്ട് അടുത്ത് വന്ന പിന്നെ മംഗള എക്സ്പ്രസ്സിന് കയറ്റിയിട്ട് എന്നെ വീണ്ടും എറണാകുളത്ത് വിട്ട് അവിടെ ചെന്ന് അവിടുത്തെ പോലീസുകാർ എന്തോ അവരെ പോലീസുകാര് എന്തോ അവർക്ക് പറയുന്നത് എനിക്കറിയത്തില്ല. അവരുടെ അടുത്ത് നിൽപ്പുണ്ട്. അവിടെ ചെന്നപ്പോൾ ജന്മം ചെയ്ത ഇവര് തരൂല്ല കൊച്ചിനെ, നിങ്ങൾക്ക് കുഞ്ഞിനെ സൂക്ഷിക്കാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഇവരെ വിളിച്ച് അവസാനം മോനേട്ടനെ വിളിച്ച് എന്നോട് പറഞ്ഞു നീ അങ്ങ് വീട്ടിൽ ചെല്ല്, ബാക്കി നിനക്ക് അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8:30 കാണും സമയം. അവിടുന്ന് തിരിച്ച് അടുത്ത വണ്ടിക്ക് കയറി വീണ്ടും പോയി ചെങ്ങന്നൂരിൽ ഒരു തരത്തിൽ കൂടെ ബസ് കിട്ടി വീട്ടിൽ പത്തനംതിട്ടയിൽ ഓട്ടോ വിളിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു വീട്ടിൽ വരെ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ചേട്ടത്തിൻ്റെ മോനുണ്ട് അവിടെ പ്രതീഷ്. അവൻ അവിടെ വന്നിട്ട് പറഞ്ഞു കുഞ്ഞുമ്മച്ചി ഒരു കാര്യം ചെയ്യ്, അവളെ മോളെ ഇങ്ങ് കയറ്റിയോട് കുഞ്ഞുമ്മച്ചി ഇങ്ങോട്ട് കയറണ്ട. ഞാൻ എന്തുവാടാന്ന് ചോദിച്ചപ്പോഴും പറയാം കുഞ്ഞുമ്മച്ചിക്ക് കൊച്ചിനെ സൂക്ഷിക്കാൻ അറിയത്തില്ല, ഇനി അവൾ ഇവിടെ നിന്നിട്ട് കുഞ്ഞുമ്മച്ചി കയറണ്ടോ. അത്രയും നേരം വന്ന ട്രാജഡിയുടെ വാക്കിയും കൂടെ ഞാൻ ആ വഴിക്ക് കുറേ നേരം കുത്തിയിരുന്ന് കരഞ്ഞ് അവസാനം അമ്മ വന്ന് എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. എൻ്റെ ദൈവമേ, പിന്നെ കുറേ കാലത്തേക്ക് എൻ്റെ കെട്ടിയവൻ എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. എങ്ങനെ തരുവോ? സാധാരണ വല്ല തലതെറിച്ച പിള്ളേര് ഞാൻ അത്ര നല്ലതൊന്നല്ല, എന്നാലും ഇങ്ങനെ കിളി പോയിരിക്കുന്ന പിള്ളേരാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങിയൊക്കെ പോകും. ഞാൻ പക്ഷെ അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു. ഇറങ്ങി പോകുന്നതിന്റെ തന്നെയല്ല അമ്മയ്ക്ക് എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അമ്മ ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ടിക്കറ്റ് എടുക്കുന്ന 1ാമത്തെ പ്ലാറ്റ്ഫോമില് അമ്മ 1ാമത് എടുത്തു. ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്ന 3 കണ്ടായിരുന്നു 6 ഇങ്ങേയറ്റത്ത് 6 അവിടെ നിപ്പുണ്ട്. അപ്പൊ അമ്മ എന്ത് ചെയ്തു, ആ സംഭവം ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അമ്മ അവിടെ നിന്ന് കയറി, ഞാൻ ഇവിടെ ഇപ്പുറത്ത് നിപ്പുണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറുന്നതിന്റെ ഇവൾ എന്നോട് പറഞ്ഞു ഞാൻ മോളെയും കൊണ്ട് കയറിക്കോളാം, പിന്നെ ചേച്ചി വന്ന് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ഓർത്ത് ഇവള് കുഞ്ഞിനെ കൊണ്ട് കയറിയല്ലോ എന്നുള്ള വിചാരത്തിന് ട്രെയിനകത്ത് ഞാൻ കയറുമ്പോൾ ട്രെയിൻ എടുക്കുക ഒരുപോലെ കഴിഞ്ഞു. ഏതായാലും അന്ന് സത്യം പറഞ്ഞാൽ നാട്ടിൽ ജനിച്ച് വളർന്ന വല്ല പിള്ളേരുമായിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൂടെ ആരും വല്ല പിച്ചക്കാരോ വല്ലതും കൊണ്ടുപോകത്തേ ഉള്ളായിരുന്നു. ഇതേതായാലും എന്താ പറ്റിയ ദൈവകാരുണ്യം, എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നല്ല, പേടിയായിരുന്നു. അവിടുന്ന് ആ പോലീസുകാരുടെ അടുത്ത് പോയി നിന്ന് അവരേതായാലും എന്റെ നമ്പരും ഇവക്ക് അറിയില്ല, ഇവള് വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ ഗൾഫിൽ നിന്ന്, എന്റെ നമ്പരും അറിയത്തില്ല. അങ്ങനെ അച്ഛനെ ഏതായാലും 2 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞാണ് ട്രെയിനിന്റെ ഇടയ്ക്ക് വീഴുന്നത് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ 3ല് പഠിക്കുമ്പോ, കളഞ്ഞു പോകുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. 5ല് ഇപ്പോഴത് ഓർക്കാൻ വയ്യ. ഇപ്പോഴത് ഓർക്കുന്നുണ്ട് ഒരുമാതിരി ചങ്കിനകത്ത് ഒരുമാതിരി വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇപ്പോഴും ആ 2 പോലീസുകാരുടെ മുഖം നല്ലോണം ഓർമ്മയുണ്ട്. ഞാൻ ഒരിക്കൽ പോലും അവരുടെ പേര് ഞാൻ ചോദിച്ചിട്ടില്ല ഇത്രയും. ദൈവം ഇല്ല എന്നും പറയില്ല, ദൈവം വലിയവനാ. കാര്യം അന്ന് വിളിച്ച പോലെ ദൈവങ്ങളെ ഞാൻ പിന്നെ വിളിച്ചിട്ടില്ലെന്നല്ല, എന്നും വിളിക്കാറുണ്ട്. പക്ഷെങ്കിൽ ആ ഒരു അത്രയും സമയം കൊണ്ട് എന്തൊക്കെയാ അനുഭവിച്ചത്, എന്തൊക്കെയാ ചിന്തിച്ചത്, എന്തൊക്കെ ആയിരുന്നു മനസ്സിൽ, ഇതൊന്നും നമുക്ക് ഒരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മ അതിലൊരു ബുദ്ധിമുട്ട് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഇന്നും ട്രെയിനിന് ചാടാൻ പോയപ്പോഴാണ് പോലീസുകാരനെ ഒരു വട്ടം പിടിച്ചത്. ഞാൻ ചാടിയേനെ, ഒരു സംശയമില്ലാത്ത കാര്യം, ഞാൻ എടുത്ത് ചാടുകയും ചെയ്തേനെ. ചാടാൻ തുടങ്ങുന്ന സമയത്താണ് ഈ വിളി വരുന്നത് ഗൾഫിൽ നിന്ന്. എൻ്റെ ബാഗിൽ കിടന്ന് ഫോൺ അടിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഫോൺ ബാഗിൽ കിടന്ന് അടിക്കുന്നത് എടുക്കാൻ പറഞ്ഞ് എടുത്ത് ചെവിയിലോട്ട് വെക്കുകയും മോൾ എവിടെയെങ്കിലും ചോദിക്കുകയും പിന്നെ ഞാൻ ചാടാൻ തുടങ്ങും. അപ്പോൾ അവർ ഫോൺ വാങ്ങിച്ചു. അവരോട് മോനേട്ടൻ തന്നെയാണ് പറയുന്നത് മോൾ എറണാകുളത്ത് തന്നെ നിൽക്കുന്നേ ഉള്ളൂ എന്നുള്ളത്. അങ്ങനെ ഒരു ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഉണ്ടാകാതെ പോലീസുകാർ ആ വണ്ടി നിർത്തിച്ച് കയറ്റി വിട്ട് ട്രെയിനിൻ്റെ പേരാണ് മംഗള എക്സ്പ്രസ്. പറഞ്ഞായിരുന്നു. അയ്യോ എനിക്ക് വീർപ്പൊന്നും തുടച്ചിട്ട് നോക്ക്. പറഞ്ഞ് അമ്മേനെ വേർത്ത്. ഇതാണൊക്കെ കളഞ്ഞു പോയ കഥ. അങ്ങനെ കളഞ്ഞു കിട്ടിയ നിധിയാണ് ഞാൻ. നിധി
ഓ, കളഞ്ഞു കിട്ടിയതല്ല, ഞാൻ പ്രസവിച്ചതാണ്. അത് അവിടുന്ന് പോയി. ഞാന് പോവാ, അസുഖത്തോടെ പോവാ. ഇപ്പോഴും അത് ഓർക്കുമ്പോ എനിക്ക് ടെൻഷൻ. അതാ ഇത്ര അധികം ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇവിടെ ഇപ്പൊ ഇരിപ്പില്ലേ. അമ്മയ്ക്ക് ഇപ്പോഴും ഓർക്കുമ്പോ ടെൻഷനാണ്. ടെൻഷൻ അടിക്കണ്ട. അതിൽ പിന്നുണ്ടല്ലോ, അല്ല എനിക്ക് എവിടുന്നോ ഒരു ധൈര്യം. നിന്റെ അച്ഛനെ ഒരു കാര്യം ഞാനിപ്പോ കൂടെ ഏത് പറഞ്ഞിട്ടുണ്ട്. കാട്ടുമുക്കി വേണേലും ഞാൻ ഒറ്റയ്ക്ക് പോകും. നിന്റെ അച്ഛൻ പിന്നെ ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തുവാ? ഇനി മേലെ എന്റെ കൊച്ചിനെ കൊണ്ട് ട്രെയിന് പോയേക്കരുത്. അല്ല, ആദ്യം പറയുന്നത് എന്റെ കൊച്ചിനെ കൊണ്ട് എങ്ങും പോകണ്ടാന്ന്. അപ്പൊ ഞാൻ കൊച്ചു നിങ്ങളുടെ മാത്രമല്ല, എന്റേതും കൂടെ അല്ലേ. പിന്നെ പറഞ്ഞ് ട്രെയിന് പോകരുതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് മിക്കവാറും ഇപ്പൊ ഈ കുറച്ചേ ആയിട്ടുള്ളൂ. ഇവളിപ്പൊ ഈ വർഷം ഇവിടെ പഠിക്കാൻ വന്നതിന് ശേഷമാണ് ഈ ബസ്സിന് പോക്ക് തുടങ്ങി. ഈ ബസ്സിന് പോക്ക് തുടങ്ങിയത്. മറ്റേ ഞങ്ങൾ ട്രെയിന് തന്നെ പോകത്തുള്ളൂ, ബുക്ക് ചെയ്യും, അതിന് പോകും. അങ്ങനെയാണ് ഒരു ട്രെയിന് കളഞ്ഞു പോയ കഥ. ഇപ്പൊ ചിരിക്കുന്നു. ഞാൻ ഇടയ്ക്കെങ്ങാണ്ടൊന്ന് ചിണിങ്ങിയായിരുന്നു കേട്ടോ. ഇടയ്ക്കെങ്ങാണ്ട് അമ്മയെ കാണണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി മുളി ഇരിക്കുന്ന കണ്ടപ്പം അവർക്ക് മനസ്സിലായി ഇതിനെ ഇനി പിടിച്ചാൽ കിട്ടത്തില്ലെന്നുള്ളത്. അത് കഴിഞ്ഞ് അമ്മ അച്ഛനാന്ന് തോന്നുന്നു പിന്നെ അമ്മയുടെ നമ്പർ അവർക്ക് കൊടുത്തേ. അച്ഛൻ പിന്നെ അമ്മയുടെ നമ്പർ ഇവിടെ എറണാകുളത്തുള്ള അവർക്ക് കൊടുത്ത്. അവിടുത്തെ അവരെന്നെ വിളിക്കുന്നതിന് മുന്നേ മറ്റൊരെന്നെ അടുത്ത ട്രെയിനെ കയറ്റി വിട്ടല്ലോ. അത് വിട്ട് എന്നോട് സംസാരിച്ചത് ചേച്ചി മോൾ എന്നാ എടുക്കുവാ? ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കും, ടി വി ആണ്. അല്ല, ഞാനെന്താ അവിടെ ചെന്നപ്പോ സുഖമായിട്ട് ചായയും കുടിച്ച് കട്ട്ലേറ്റ് എന്തെങ്കിലും തിന്നോണ്ടിരിക്കുവായിരുന്നു. ഒരു കയ്യില് മുട്ടായി ഉണ്ട്, ഒരു കയ്യില് കട്ട്ലറ്റ്. ഒന്ന് തിന്നതും പിന്നെ ഒന്ന് ടിഷ്യൂ പേപ്പർ പൊതിഞ്ഞും പിടിച്ചിട്ടുണ്ട്. അവിടെ ഹാപ്പിയായിട്ട് എനിക്ക് ചായയൊക്കെ തണുപ്പിച്ചു തന്നു, അരച്ചു കൂവി. പിന്നെ ആ പെണ്ണുമ്പിള്ള ഞാൻ ഒരിക്കൽ കൂടെ കണ്ടു, പത്തനംതിട്ട വെച്ച്. അവർക്ക് ഗൾഫിലൊന്നും പോകാൻ പറ്റിയില്ല. അവളെ ട്രെയിനെ വെച്ച് കണ്ട കഥ പറഞ്ഞില്ലല്ലോ. ശരി, തിരക്കി പോയിട്ട് അവളെ ട്രെയിനെ കണ്ട് ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി ഒരൊറ്റ അടിയായിരുന്നു. അങ്ങും ഇങ്ങും നോക്കില്ല, എന്റെ ഒരൊറ്റ അടിക്ക് അവള് പെണ്ണ അടി മറക്കൂല. അല്ല, എറണാകുളത്ത് കൂട്ടാൻ അവളും ഉണ്ടായിരുന്നു കൂടെ. ശരിയാ, അത് വിട്ടുപോയി. പോലീസുകാര് അവളെ കൂടെ ഇറക്കിയിട്ട് അവളെ അമ്മേനെയും കൂടെയാ പറഞ്ഞു വിട്ടത്. സംഭവം എന്താന്ന് വെച്ചാൽ അവള് ടിക്കറ്റ് എടുത്തിട്ടില്ല. അവള് ടിക്കറ്റ് എടുക്കാതാണ് മോളെ കൊണ്ട് ട്രെയിനെ കയറാന്ന് പറഞ്ഞ് വന്നത്. ടിക്കറ്റ് അവിടെ കയ്യിലുണ്ടോന്ന് പറഞ്ഞു. പിന്നെ അവളെ നമ്മള് ഇതിനകത്തായിരുന്നു കയറാൻ പോയത് അല്ലേ, പിന്നെ സ്ലീപ്പറില്. അവളാ മോളിൽ സ്ലീപ്പറിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവസാനം എങ്ങനെ എല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി തത്തിപ്പിടിച്ച് അവളെ താഴെ ഇറക്കി ട്രെയിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഒരു ട്രെയിൻ എത്ര നീളമുണ്ട് അത്രയും നീളത്തിൽ ഓടിയിട്ട് എവിടെയല്ലേ എത്തണ്ടേ. നമുക്ക് ഈ ഓട്ടം കാണുമ്പോഴേ ആൾക്കാർ ചോദിക്കുമല്ലോ, എന്താ ഇങ്ങനെ പരസ്പരം പാഞ്ഞു ഓടുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ അവിടെ എന്റെ മോളെ കണ്ടില്ല, ആരേലും കണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവസാനം എങ്ങനെ ഇവള് എങ്ങനെ ഇവള് താഴെ ഇറങ്ങി പോലീസുകാരിങ്ങനെ തപ്പിപ്പോ ഇവള് ചോദിച്ചു എന്താ. ഞാൻ പറഞ്ഞു, അയ്യോ ചേച്ചി, ഞാൻ മോളെ കൊണ്ട് കയറിയില്ലായിരുന്നു, ചേച്ചി കൊണ്ട് കയറുമെന്ന് വിചാരിച്ച് കയറിയില്ലായിരുന്നു. അങ്ങും ഇങ്ങും ഒന്നും നോക്കിയില്ല. പോലീസുകാരുണ്ടോ ആൾക്കാരുണ്ടോന്നൊക്കെ ഒരൊറ്റ അടി. അവിടെ കുറ്റമല്ല, എന്റെ കുറ്റമാണ്. കാര്യം ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മളല്ലാതെ അല്ലെ നമ്മുടെ ബന്ധുക്കൾ അത്രയും അടുത്ത ബന്ധുക്കളല്ലാതെ ഒരാളയില് നമ്മുടെ കുട്ടിയെ കൊടുക്കരുതെന്നുള്ള ഒരു പാഠം എനിക്കന്ന് മനസ്സിലായത്. പിന്നെ എവിടെ പോയാലും ഇങ്ങനെ ചെറുകിനിട പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ പഠിക്കാനൊക്കെ വിട്ടു കഴിഞ്ഞപ്പോ എന്തായാലും പഠിക്കാൻ പോകാതിരിക്കാൻ പറ്റുമോ. അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പഠിച്ചത്. രാശിയെ കൊണ്ട് ചേർത്തേ പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പഠിച്ചത്. അല്ലാതെ എവിടെ പോണേലും അമ്മ വേണമായിരുന്നു. എവിടെ കട്ടൻ കാപ്പി വേണോന്നോ എന്തോ ചോദ്യം. ഒഴിച്ചോ കുറച്ചും കൂടെ മതി. ഇന്നസെന്റ് കല്യാണരാമനകത്ത് പെഗ് ഒഴിക്കാൻ വേണ്ടി ഗ്ലാസ് കൊടുക്കുന്നതല്ലേ ഞാൻ കട്ടൻ കാപ്പിക്ക് കൊടുക്കുന്നത്. എന്തായാലും കളഞ്ഞു പോയ കഥ അതൊരു വഴിക്ക്. അയ്യോ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ട്രെയിനിലൊക്കെ വരുമ്പോൾ അച്ഛന് ഓരോ മണിക്കൂറും ഇടവിട്ട് വിളിക്കും, ശോഭേ കൊച്ചുണ്ടോ, ശോഭേ കൊച്ചെന്തിയേ, ശോഭേ എവിടെത്തി, ശോഭയെ കഴിച്ചോ. അച്ഛൻ ശോഭയെ വിളിക്കുന്നതൊക്കെ നല്ല രസമാണ്. നമ്മൾ ഈ ഇതിലൊക്കെ പറഞ്ഞത് ശോഭി ഞാൻ വികാര ജീവിയാണ്. ഏകദേശം ആ ഒരു സൗണ്ടായിട്ട് സിമിലാരിറ്റി ഉണ്ട് അച്ഛന്റെ സൗണ്ട്. കുറ്റം പറഞ്ഞതല്ല, അച്ഛന്റെ സൗണ്ടിന്റെ കാര്യം പറഞ്ഞു. അച്ഛന്റെ നല്ല രസമാണ് വോയിസ് കേൾക്കാൻ, ഒരു പ്രത്യേകതരം വോയിസാ. ആ വോയിസാന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയേക്കുന്നത്.
പറ കണ്ണ ക്യാമറ നോക്കി സൗന്ദര്യം ആസ്വദിച്ചോണ്ടിരിക്കും. പിന്നെ അയ്യോ പിന്നെ പിന്നെ ഏതായാലും സമാധാനത്തിന് കുറച്ചു കാലത്തേക്ക് ഇവിടെ കൊണ്ട് എനിക്ക് എങ്ങും പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഇനി നിങ്ങളുടെ മോളെ കൊണ്ട് ഞാൻ ഒരു വഴിക്ക് ഞാൻ പോകില്ലെന്ന് പറഞ്ഞു. പിന്നെ പോയിട്ടില്ല. വലിയ അവധി ഇടുമ്പോ ഇങ്ങോട്ട് വരുന്ന വരവല്ലാണ്ട് എന്നെ എങ്ങും കൊണ്ടുപോകത്തില്ലായിരുന്നു പേടിച്ചിട്ട്. അണ്ണം കൊടുത്തു വിടത്തില്ലായിരുന്നു. അണ്ണൻ പറഞ്ഞു അവള് വീട്ടിൽ ഇരുന്നോളും ഞാൻ ജോലിക്ക് പോകും, അവള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയല്ലേ, പിന്നെ എനിക്കും അവധിയില്ല, അവൾക്ക് അവധി ഉണ്ടെങ്കിലും കൊണ്ടുപോകാനും പറ്റത്തില്ല. ഞാൻ അവധിക്കാലത്ത് മൊത്തം ഹോസ്റ്റലിലായിരുന്നു. ഈ സിസ്റ്റർമാരുടെ കാടും പടലും ഒക്കെ പറിച്ച് ചെടിയൊക്കെ നട്ട് അവരുടെ തന്നെ ആയിരുന്നു. വലിയവധിക്ക് വല്ലപ്പോഴും ഒക്കെ വലിയവധിക്ക് അങ്ങാണ്ട് കുഞ്ഞിലെ പഠിക്കുമ്പോൾ വലിയവധിക്കൊക്കെ പോയ അറിവ് കുറവാണ്. അമ്മയുടെ ഉള്ളപ്പോ വലിയവധിക്കൊക്കെ വിട്ട് കഴിഞ്ഞാൽ എവിടെ ജോലി വന്നാലും മിക്കവാറും ഞാൻ ഒരു മാസമെങ്കിലും അവധി എടുക്കാതിരിക്കൂല. ഞാൻ നിശ്ചയിച്ച് ഇവിടെ അങ്ങ് വരും. ജോലി വേണ്ടാന്നങ്ങ് വെക്കും. ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഒരു മാസം പോയി നിൽക്കും. എന്നിട്ട് രണ്ടിനെ കൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. അയ്യോ ഇപ്പൊ അവളും വരികയല്ല, അവൾക്ക് വരെ ഒന്നാമത് സമയമില്ല. അതാണ് ഏറ്റവും മെയിൻ കാരണം. കുഞ്ഞുങ്ങളുടെ പഠിത്തം. ഈ പ്രാവശ്യം എനിക്ക് അവധി ഇടുമ്പോ ഞങ്ങൾ പോകും. ഞങ്ങൾ പോയിട്ട് ഞങ്ങളെല്ലാം കൂടെ ഉള്ള വീഡിയോ എടുത്തിരുന്നതായിരുന്നു. എത്ര വയ്യാന്നുണ്ടെങ്കിലും ഞാൻ പോകും. ഇപ്പൊ വയനാട് കല്യാണം അത് തന്നെ അവളും ചോദിക്കുന്നത്, അമ്മ വയനാട് പോകുന്നുണ്ട്, അമ്മ ചിറ്റാറി വരുന്നുണ്ട്, അമ്മ സേത്തോട്ടി പോകുന്നുണ്ട്, അമ്മയോടെ എല്ലാം പോകുന്നുണ്ടെന്ന്. പക്ഷെ അത്രയും ദൂരം എനിക്ക് അവിടെ വഴി കുറച്ച് ബുദ്ധിമുട്ടാണ്. കോന്നി ചെന്നിട്ട് അവിടുന്ന് പിന്നെ അത്രയും ഓട്ടോ വിളിച്ചിട്ട് പിന്നെ അവരുടെ വീട് വരെ പറഞ്ഞ് മീൻകുഴിലൊന്നും പിന്നെ സേത്തോട്ടിലും അത്ര ദൂരമില്ല, വഴി നല്ലതാ. ഇപ്പൊ സേത്തോട്ടിലോട്ട് കയറി പോകണമെങ്കിൽ ആ വഴി നല്ലതായതുകൊണ്ട് കുഴപ്പമില്ല. അഥവാ താഴെ പാലത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. നേരത്തെയൊക്കെ വണ്ടി കൊണ്ട് താഴെ നിർത്തുവാണെങ്കിൽ ഞാൻ ആ വണ്ടിക്കാരെ കൊണ്ടാ എന്ന് പോയാലും ബാഗ് കൈ കാണും, ഉറപ്പായിട്ട് എന്തെങ്കിലും സാധനങ്ങളും കാണും. അങ്ങനെ കളഞ്ഞു പോയ കഥയും കട്ടൻ കാപ്പിയും ഉള്ളിവടയൊക്കെ തിന്നു കഴിഞ്ഞ് ഇന്ന് രാത്രിയാകുമ്പോൾ ഞാൻ ഇവിടുന്ന് പാക്കപ്പ് ആവും. അവിടെ ചെന്നിട്ട് പിന്നെ സേത്തോട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം. ദീപ്തി ചേച്ചിയും കുഞ്ഞാച്ചേണ്ണും അവിടെ ഉണ്ട്. ഇങ്ങോട്ട് എന്തായാലും രണ്ടും എത്തിയിട്ടില്ല. രണ്ടിനെ അവിടെ ചെന്ന് ഞാൻ കൊടുത്തോളാം. ഇവിടെ വരണ്ട. വീഡിയോക്ക് അത് ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ മിണ്ടൂല്ല. അവിടെ ചെന്നിട്ട് അവർക്കൊള്ളാം ഞാൻ കൊടുത്തോളാം. അവിടെ ചെന്നിട്ട് ഫോണൊന്ന് കൈ കൊടുത്താൽ മതി. അന്നേരം ഞാൻ നേരിട്ട് ഞാൻ ഫോണല്ലാതെ വേണ്ട. അയ്യോ അവർക്കും കുറെ തിരക്കല്ലേ. അത് കഴിഞ്ഞ അവര് സാവകാശം, ഇങ്ങോട്ടല്ലേ സാവകാശം വരാൻ പറ്റൂ. ഇവിടെ എപ്പോ വേണേലും വരാം. ഇവിടെ ആർക്കും എപ്പോ വേണേലും. അത് തന്നെ. അങ്ങനെ ഇന്ന സമയം ടൈം ടേബിൾ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ ഉള്ളിവടയും തിന്ന് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച കഥയൊക്കെ കേട്ടില്ലേ? ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കഥയൊക്കെ. എന്നാലും ഇതുവരെ കേട്ട് സഹിച്ചു നിന്ന് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഔദ്യോഗികമായി ഞാനിതോടെ നിർത്തുകയാണ് സുഹൃത്തുക്കളെ. ചുമ്മാതെ. അപ്പൊ എല്ലാവർക്കും ടാറ്റ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സീതത്തോട് വിശേഷങ്ങൾ. കിടു എവിടെ പോവാ? കിടുന്ന് എവിടെ പോവാ? അയ്യോ ബാസ്ക്കറ്റ് ഇത് മുട്ട മാറ്റിയില്ലല്ലോ. അറിയത്തില്ല. അച്ചാച്ചി കൂടുതൽ പാട്ട് പഠിപ്പിക്കാൻ പോയില്ലയോ? എല്ലാവരുടെയും ആഗ്രഹപ്രകാരം തൽക്കാലം അവനങ്ങോട്ട് പോട്ടെ. അവനെ പഠിക്കുകയൊന്നും വേണ്ട, അവനവിടെ ചുമ്മാ ഒരു വർഷം അവിടെ ജീവിക്കട്ടെ. ചുമ്മാ നമ്മൾ പോയി കൊണ്ടുവരും. അച്ചാച്ചി പിന്നെ പോകും, എല്ലാ ശനി ഞായറും അച്ചാച്ചി കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഞാൻ പഠിക്കുകയൊന്നും വേണ്ട, അവരെങ്ങനെ പാടുന്നതൊക്കെ മുട്ടയാ കൊടുക്കാനോ അത് ഇന്നലെ കൊടുക്കാനായിട്ട് കൊണ്ടുവരാം. ബാ നമുക്ക് അച്ഛനോട് ഗേറ്റിന്റെ അവിടെ പോയി നിൽക്കാം. ബാ എവിടെ പോവാ നമ്മള്? ഇങ്ങോട്ട് നോക്കി പറ. പാട്ട് പഠിക്കാൻ പോവാ? ഞാൻ പോകുന്നില്ല. പോത്തില്ലടാ, അമ്മു നാളെ പോവുള്ളൂ. മലപ്പുറത്ത്. സുഞ്ചു ഒരു പാട്ട് പാടിത്തരാം അമ്മുവിന്. അവിടെ ചെന്ന് ടീച്ചറിന് ഏത് പാട്ടാ പാടി കൊടുക്കുന്നേ? അവിടെ ചെന്ന് ടീച്ചറിന് ഏത് പാട്ടാ പാടി കൊടുക്കുന്നേ? ഏതാ? കണ്ണും കണ്ണുവാ? ആരടാ മുണ്ടെടുത്താ അതിലേ പോന്നേ? അച്ഛയാ? കാണിച്ചു കൊടുക്കാം. മുട്ട അതിനകത്തുണ്ട് ട്രേ, അത് മാറ്റുക.
ആരാ? കണിമംഗലം കോലത്തെ ജഗന്നാഥ തമ്പുരാനാ? ഏതാ? ടാറ്റാ ടാറ്റാ ടാറ്റാ. കാണുന്നവരെ ഇവനെ പോലൊരു പുള്ളി. എന്തിനാ നിന്റെ ഉഷാമോ? ഏത് ഉഷാമല്ലേ സുജു? ഉഷാമ ഏതാ? ഏതാ അമ്മു? ഞാൻ പാട്ട് കേട്ടോട്ടെ, ഫോൺ ചെയ്യുന്നതിനാ. ഞാനത് കൊല്ലം കണ്ടോട്ടെ. ഞാവേ നേരമൂന്ന് ചക്കി എന്ന് പറഞ്ഞ കൊച്ചുണ്ടേ, ഇവര് കടയുണ്ടേ. ഇവൻ എപ്പോഴും അവർ അവിടെ ചെല്ലും. അപ്പൊ ചക്കിനെ ഭയങ്കര കാര്യമാണ്. ചക്കിവിനെ കാണുമ്പോൾ ചക്കിവിന് ജ്യൂസ് കൊടുക്കുന്നു, ഇവന് ചക്കപ്പഴം കൊടുക്കുന്നു, ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ചക്കി ചേച്ചിന്നത് തികച്ച് വിളിക്കത്തില്ല. എന്നും ഈ കൊച്ചു കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് എന്നെ കണ്ടു പറഞ്ഞു, ദീപു ചേട്ടാ ഞാൻ കിടുവിന് തിരക്കെന്ന് പറയണതേ. അപ്പൊ ഇവനൊരു 100 തവണയെങ്കിലും അവിടെ പോയിട്ടുണ്ട്. അച്ഛ ചക്കിയോ? ഏത് ചക്കി? നമ്മുടെ നേര്യമംഗലത്തെ അവിടെ ചക്കിയാരാ? ഞാൻ പറഞ്ഞ കടയുള്ളേ, ഞാൻ ഓർക്കുന്നു. അതുപോലെ മോഹന്റെ കടയിൽ ഒറ്റ ഓട്ടോ ഉഷയുടെ അടുത്തു നിന്ന് നേരെ കണ്ണാപ്പിയുടെ വീട്ടിൽ നിന്ന് മോൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ജീവനായ സംസാരത്തല്ല ഇവന് ആൾക്കാരെ വീഴ്ത്തണേ. അത് കഴിയുമ്പോ അവൻ മറന്നു. നിന്നെ പറ്റിയാണോ അവിടെ കേൾക്കുന്നൊക്കെ? ഇന്നലെ എന്തായിരുന്നു മറ്റേ അവിടുത്തെ ആരുഹി ചേച്ചി. എന്തി ആരുഹി ചേച്ചി? ആരുഷി. അത് അന്ന് പരിപാടിക്ക് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടൽ കൊച്ചിലായിരുന്നു. ആ കൊച്ചായിരുന്നു ഇവനോട് സ്റ്റേജിൽ കൊണ്ടുപോകണം. അവള് ഭയങ്കര നോട്ടം, ഇവനെ ചേച്ചിയില്ല പറ്റത്തില്ല. ലാസ്റ്റിലെ കൊച്ചു ആശുപത്രി പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഇവനോട് പോകുന്നത്. അന്നേരം പറയും എനിക്കറിയാം ഞങ്ങൾ ആശുപത്രി പോവല്ല, എനിക്കറിയാന്നൊക്കെ പറഞ്ഞു. അടക്കണ്ട, ഞാൻ ഇറങ്ങണ്ടായോ? ഞാൻ ഇറങ്ങണ്ടായോ? സുഞ്ചു പാടാ, കേറി ബാബാ, നമുക്ക് പാട്ട് പഠിക്കണം. ബാ, തുമ്പിച്ചേച്ചി വെള്ളം നിറയ്ക്കുന്ന കണ്ടോണ്ടിരിക്കുക. എന്തോ കൈയെന്തോ കാണിച്ചു വെച്ചേക്കുവാ. ടീച്ചർ നോക്കിയിരിക്കുക. ഞാൻ പോവാ, നമുക്ക് പോവാം. ചെറിയ സ്റ്റുഡന്റ് ഉണ്ടോ? എന്നിട്ട് കാലാ തൊട്ട് തൊട. ചെല്ല അവിടെ ഇരിക്കുക. പായലിരി. പേടിച്ചു. ചേട്ടാ ടിഷ്യൂ ഉണ്ടേ? മധുരം ഇഷ്ടപ്പെട്ടി മരുന്നാ. അപ്പൊ ഇത് വേണ്ട ഏട്ടാ, ഇരിക്കെ ശരിക്കും പിടി. കുഞ്ഞാച്ചേട്ടൻ ഏതാണ്ട് കോഴി പറയാൻ പോയി. നരസിംഹ മന്നാടിയാരെ ഇങ്ങോട്ട് വാ. കൊഴപ്പില്ല. എന്റെ ടീച്ചറിന്റെ പേരെന്താ സഞ്ജു?
അതെടുത്തോളൂ. നോക്കി നോക്കി നോക്കി. എറിയല്ലേ? ഇവിടെ എടുത്താൽ ദേ പോയി ദാ വന്നു. ശനിയാഴ്ച വെളുപ്പിനെ പോയി, ഞായറാഴ്ച 4 മണിയായപ്പോൾ തിരിച്ചു വന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ പോക്ക്. അയ്യോ, വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓർത്ത് ലാസ്റ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ പറയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വന്നത്. ഇപ്പോൾ ടാറ്റ. വല്ല വെള്ളമൊക്കെ കുടിക്കട്ടെ. വന്ന് എൻ്റെ തലയിലെ ക്ലിപ്പ് ഊരിയിട്ട് വന്നിരിക്കുന്ന ഇരിപ്പായി കാണുന്നത്. അപ്പം ശരി.